ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഇന്ദ്രൻ വന്ന് കാര്യങ്ങൾ പറയാൻ അമ്മയുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറണമെങ്കിൽ ഇന്ദ്രൻ്റെ അമ്മയെ ഒഴിവാക്കണം, അല്ലാതെ അമ്മ ഒരിക്കലും മാറില്ല. അമ്മയുടെ സ്വഭാവത്തിൻ്റെ ലക്ഷണം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യങ്ങൾ നടക്കാൻ ഇന്ദ്രട്ടനെ സോപ്പിട്ട് പിടിക്കും, എന്നാൽ ഞാൻ അവിടെ വന്നാൽ വേറെ തിരിച്ചായിരിക്കും എന്നുള്ള വാക്കുകളാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്കറിയാം ഇപ്പോൾ അമ്മയും മകനും കളിക്കുന്നത് സച്ചി സാറിൻ്റെ അവിടെ ആ ഒരു കടയിൽ ആ ഒരു വീടിൻ്റെ ആ ഒരു പ്രമാണം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനും കൂടി ഒപ്പിടേണ്ട ആളല്ലേ. ആ എഗ്രിമെൻറ്റ് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പ് കിട്ടേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രട്ടൻ എന്നെ സ്നേഹം പ്രകടിപ്പിച്ച് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. ഡാ സത്യ, എന്നാലും നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? ഇങ്ങനെ ഇതാണ് അമ്മയും ഇന്ദ്രട്ടനും ഒരേപോലെയാണ് എന്ന് പറയുമ്പോൾ സത്യം, ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യം എന്നോട് പറയല്ലേ, അതെൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കും എന്ന് പറയുമ്പോൾ സത്യം ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ വിളിക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നുന്ന ദാസ് ഇങ്ങനെ ദയനീയമായി നോക്കി നിൽക്കുമ്പോൾ ഇന്ദ്രൻ പറയാണ്, ദാസാങ്കളെ, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അനിയനെ കൂടെ പിടിച്ചില്ലേ, അവൻ എങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിൽ അവനെ എവിടെ നിന്ന് കിട്ടാൻ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ഉടനെ തന്നെ വിജയൻ ചായയുമായി വരുന്നു. അങ്ങനെ വിജയനോട് നന്ദി പറയൂ എന്ന് ദാസ് പറയണേ. ഞാനല്ല ഇതിന് കാരണക്കാരൻ, വിജയനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. വിജയനാണ് സത്യനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും സത്യനെ എവിടെയും പറഞ്ഞു വിടാതെ ഇവിടെ നിർത്തിയതും എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ ആകെ സങ്കടമാവാണ്. അങ്ങനെ വാ, നമുക്കിവിടെ ഇരിക്കാമെന്ന് പറയണേ. എന്തായാലും നിൻ്റെ അമ്മയുടെ സ്വഭാവം അതൊരു കാരണം തന്നെയാണ്. സത്യൻ ഇവിടെ നിൽക്കട്ടെ. സത്യനിക്ക് അത്രയും മനസ്സിന് വിഷമം വന്നിട്ടാണല്ലോ അവന് എന്ന് വരണമെന്ന് തോന്നുന്നു, അന്ന് നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം വിജയം പറയണേ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും ഞാൻ നിങ്ങളുടെ കുടുംബം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വിജയനും പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇന്ദ്രൻ ആകെ സങ്കടത്തിലാവാണ്. എന്നാൽ ഈ സമയം ചിരുവിൻ്റെ അടുത്തോട്ട് സരോജിനി ആപ്പിളും അതുപോലെ ഇങ്ങനെ പപ്പായയുമായി വന്നിരിക്കുകയാണ്. എന്നിട്ട് സരോജിനി പറയുകയാണ്, ഇതെൻ്റെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചതാണ്, വരുന്നവയ്ക്ക് ഒരു പൈനാപ്പിളും വാങ്ങി എന്നുള്ള വാക്കുകളൊക്കെ പറയാണ്. അപ്പോഴേക്കും അനുചേച്ചി അവിടെ ഉള്ളിലുണ്ട്, എന്താ ചെയ്യുന്നത്, അത് പുറത്ത് ഡ്രസ്സ് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ എന്ന് അപ്പോഴേക്കും സരോജിനി പറയണം. ആ ചേച്ചി വിട്ടോളൂ, എന്താ മോള് വഴുകിക്കണ്ട, ഈ ഒരു പപ്പായ പെട്ടെന്ന് തോരൻ വെച്ച് കഴിക്ക്, പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കഴിക്കുക, അതോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് ചിരു പോവും, സരോജിനി പോവുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോഴായിരിക്കും അനുപമ തൻ്റെ കുഞ്ഞ് എടുത്ത് ജനലിലൂടെ ഇങ്ങനെ ടോയ്സുകൾ ഇങ്ങനെ താഴ്ത്തിടുന്നത്. അപ്പോഴേക്കും അനുപമ അതൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ അതിൽ പെട്ടെന്ന് ഈ ഒരു ചിപ്പ് കാണുകയാണ്. അപ്പോൾ തന്നെ അതിൽ ആ ലൈനൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ചിപ്പ് കാണുമ്പോൾ അനുപമയുടെ ഉള്ളിൽ ഡൗട്ട് തുടങ്ങിയിട്ട്, എന്നാൽ ഈ സമയം ചീരു തകൃതിയായി പണി നടത്തുകയാണ്. അതായത് തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനുള്ള പൈനാപ്പിളിൻ്റെ തോലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനുപമ ചിരു എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വിളിക്കുന്നത്. അതോടുകൂടി ആകെ ഞെട്ടാണ്. ഈ സമയം എന്തിനാ നീ ഈ സമയം ഇതൊക്കെ കഴിക്കുന്നത്? അല്ല, ഇത് സരോജിനി ആൻറ്റി കൊണ്ടുവന്നതാ. അപ്പോൾ നീ എന്താണ് സരോജിനി ആൻറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ ഞങ്ങളെ വിളിക്കാൻ? അല്ല, അവർക്ക് തിരക്കുണ്ട്, ക്യാഷ് കൊണ്ടുവരാൻ വന്നതാണെന്ന് പറഞ്ഞു. തയ്യൽ ഇങ്ങനെ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ക്യാഷ് 1000 രൂപ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണൊക്കെ എന്ന് പറഞ്ഞ് ചേരും ഇങ്ങനെ തപ്പി പിടിക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനുപം പറയണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പ്രഗ്നൻ്റ് ആണോ? എനിക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് പുറത്തു നിന്നും കിട്ടും, അതിൽ ലൈനില്ല, അതുകൊണ്ട് നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ചീരു ആകെ ഞെട്ടി പോകണം കേട്ടോ. ഉടൻ തന്നെ നിന്നോടാ ചോദിച്ചത്. അപ്പോൾ ഉടൻ ചീരു പറയണേ, ഞാൻ പ്രഗ്നൻ്റ് തന്നെയാണ്. അപ്പോൾ മോളെ നീ എന്താ ഈ പറയുന്നത്? എൻ്റെ കുഞ്ഞനിജത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ അയാൾ ഒരു കാമഭ്രാന്തനായതുകൊണ്ട് തന്നെ, ശരീരത്തിലോട്ട് നോട്ടമുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ആവശ്യം എൻ്റെ ശരീരമായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ അനുജത്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യാവുന്നോ ആ ദുഷ്ടന് മുന്നിൽ ഞാൻ കീഴ്പ്പെട്ട് കൊടുക്കേണ്ടി വന്നു എന്ന് പറയട്ടോ. മോളെ, എന്നിട്ട് നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച്, എന്തിനാ വെറുതെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് അമ്പിളി ചേച്ചിയും അച്ഛനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരുന്ന ജീവൻ നശിപ്പിക്കാൻ അവർ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കുരുന്ന ജീവൻ നശിപ്പിക്കണ്ട, അത് വളരട്ടെ എന്നുള്ള വാക്കുകളായിരിക്കും. ഇനി എനിക്ക് കഴിയില്ല ആ ക്രൂരനായ മനുഷ്യൻ്റെ കൂടെ പറഞ്ഞു വിടാനും ഒരുപക്ഷെ അച്ഛനും അമ്പിളി ചേച്ചിയും തയ്യാറാകും. അതും എനിക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ചിരു മരിക്കുകയാണ് നല്ലത്. ഇനി എനിക്ക് കഴിയില്ല അയാളുമായുള്ള ജീവിതം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി, ആരും അറിയാതെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയണം, മോളെ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ പോകുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി പോവില്ലേ?
നമുക്ക് നേരായ മാർഗം തേടിക്കൂടെ? എന്തിന് ഈ കുഞ്ഞ് വേണ്ട എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അച്ഛനെ അമ്പിളി ചേച്ചി അറിയിച്ച് നമുക്ക് കളഞ്ഞൂടെ എന്ന് ചോദിച്ച ഉടനെ തന്നെ ചിരി പറയും, ഒരിക്കലും അവരെ അറിയിക്കരുത് ചേച്ചി, അവരെ അറിയിച്ച് അവർ വിനയൻ്റെ കൂടെ എന്നെ പറഞ്ഞു വിടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ കുഞ്ഞിന് വേണ്ടി ഇനി ക്രൂരതകൾ സഹിക്കുക എന്ന് അവരുടെ വായിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ എനിക്ക് താങ്ങില്ല, ആ വാക്ക് എനിക്ക് കേൾക്കാനേ കഴിയില്ല എന്നിങ്ങനെ ചിരി പറയുന്നു കേട്ടോ. ഈ സമയം സുശീല എത്തി നോക്കുന്ന ശ്യാമ കാണുന്നുണ്ട്. പക്ഷെ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ സുശീല അങ്ങ് പോകുമ്പോൾ ശ്യാമ സോനയോട് പറയാം, ഇപ്പം എന്തായി, ഞാൻ പറഞ്ഞില്ലേ ഇത് ഹർഷയും ഇവരും കൂടിയിട്ട് ചെയ്ത പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തായി, നിൻ്റെ അമ്മ ഇനിയിപ്പോൾ അനുചേച്ചിയുമായി ബന്ധം വേണ്ടെന്ന് വെക്കാനുള്ള ആ ഒരു പരിപാടിയാണ് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം സുശീല മനഃപൂർവ്വം തന്നെ ഇന്ദ്രൻ്റെ റൂമിലോട്ട് കയറുകയാണ്. എന്നിട്ട് ഇന്ദ്രൻ്റെ റൂമിലെ കട്ടിലിൽ കിടക്കുന്ന ആ ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്നും അനുപമക്കും അതുപോലെ കുഞ്ഞിനും വാങ്ങിയ ആ ഡ്രസ്സിൻ്റെ ബില്ല് കിട്ടുകയാണ്. 1500 രൂപയുടെ ഡ്രസ്സും 2000 രൂപയുടെ സാരിയും. ആർക്കാണ് ഇവൻ ഇത് മേടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആ ഇന്ദ്രട്ടൻ ആർക്കെങ്കിലും മേടിച്ചു കൊടുത്തോട്ടെ എന്ന് സോന മറുപടിയും പറയുന്നു കേട്ടോ. അപ്പോഴേക്കും വെറുതെ അല്ല ആ ജ്യോത്സ്യൻ പറഞ്ഞത്, ആ ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്യാം അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ശ്യാം സോനയോട് പറയാണ്, ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, ഇനി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്യാം സോനയോട് മിണ്ടാതിരിക്കാനുള്ള ആ ആംഗ്യ ഭാഷ കാണിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ സുശീല വീണ്ടും പറയാണ്, വെറുതെ അല്ല അവനെക്കുറിച്ച് ജ്യോത്സ്യൻ ഒരു വാക്ക് പറഞ്ഞത്, ആ വാക്ക് പറഞ്ഞത് ഇവൻ്റെ ഈ ഊരുതണ്ടിൽ കാരണമാണ്. ഇനിയിപ്പോൾ എന്തെല്ലാം കേൾക്കേണ്ടി വരുവാണാവോ, ആർക്കാണാവോ കുഞ്ഞിനൊരു ഡ്രസ്സും 2000 രൂപയുടെ സാരി ആർക്കാണ് മേടിച്ചു കൊടുത്ത് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴും അവിടെ നിന്നും യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. ഇത് കാണുന്ന സുശീല, ഈ ഭാനുമ്മ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ഈ ഭാനുമ്മ എന്ത് പണിയാണ് ചെയ്തത്, പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ആരും മിണ്ടുന്നത് കേൾക്കുന്നില്ലല്ലോ, അവരൊക്കെ പോയോ എന്ന് പറഞ്ഞ് സുശീല റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും സോന അവിടെ തന്നെ ഇരുന്ന് പച്ചക്കറി നുറുക്കുന്നു, ഷാമ്പു വെള്ളം കുടിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളായിരിക്കൂട്ട. അപ്പോൾ തനിക്ക് അത് പറയാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാണ്. ഇനി താൻ എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രതിസന്ധി ഇങ്ങനെ സുശീലൊക്കെ മുന്നിൽ വരികയാണ് കേട്ടോ. അങ്ങനെ സോന പറയാണ്, എന്നാലും എൻ്റെ ഷാമേട്ടൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അമ്മ പറയുന്നതിനനുസരിച്ച് മറുപടി കൊടുത്തിരുന്നു. ഷാമേട്ടൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ മറുപടി കൊടുക്കാതിരുന്നത് നന്നായി. അപ്പോൾ ഷാമേട്ടൻ ഊഹിച്ചത് ശരി തന്നെ, ഹർഷയും അമ്മയും കൂടി കളിച്ച കളിയാണ്, അതിൽ ഭാനുമേ കരുവാക്കി എന്ന് മാത്രം. അനുചേച്ചിയുമായുള്ള ജീവിതം തകർക്കാൻ എൻ്റെ അമ്മയുടെ ഒരു ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ സുശീലയുടെ ഈ അടവ് ചീറ്റിപ്പോവാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് വിനയൻ എത്തിയിട്ടുണ്ട്. വിനയൻ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ലതിക നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുകയാണ്. അങ്ങനെ ലതിക പറയാണ്, മോനെ നീ എന്തിനാടാ ഒരു ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിനക്ക് വന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ വിനയം പറയാണ്, എന്തിനാ മഹാത്മാഗാന്ധി പോലും ജയിലിൽ കിടന്നിട്ടില്ല, പിന്നെ ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതുപോലെ ആണോടാ നീ ചെയ്ത പ്രവൃത്തി, അങ്ങനെയാണോടാ എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കാനായിട്ടാ. അപ്പോഴേക്കും ലംബോദരനോട് അമ്മ പോയിട്ട് ഒരു ചായ എടുത്തേ എന്നിങ്ങനെ ലംബോദരൻ പറയാണ് കേട്ടോ. അങ്ങനെ ലതിക ചായ എടുക്കാൻ പോകുന്നു. അപ്പോൾ ഉടൻ തന്നെ ലംബോദരൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം. ലംബോദരൻ പറയുകയാണെങ്കിൽ, നീ ചെയ്ത പ്രവൃത്തി വിനയെ കുറച്ച് അതിര് കടന്നു. സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ ചാരിത്രം വെച്ച് കളിക്കാൻ നോക്കിയവനും പൈസ അതിൽ നിന്നും വാങ്ങാൻ നോക്കിയവനുമാണ് നീ. ഇത് എനിക്കും കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഈശ്വരഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇതിനും ആ മൊബൈലിൽ നിന്നിലേക്ക് എത്തിക്കാനും സഹായിച്ചതിൽ പോലീസ് ശരിക്കും എന്നെയും പിടികൂടേണ്ടതാണ്. പക്ഷെ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞ ഉടനെ വിനയം പറയുകയാണ്, ആര് പറഞ്ഞു ഭാഗ്യം കൊണ്ടാണെന്ന്? ലംബോദര അമ്മാവന് ഇപ്പോൾ പഴയതിനേക്കാൾ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ എൻ്റെ ശത്രുവിൻ്റെ പക്ഷത്തായതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ്. നീ പോകുന്ന വഴി തീരെ ശരിയല്ല, അത് തിരുത്തിയതാണ്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എനിക്കും ഉണ്ടൊരു കുടുംബം, എൻ്റെ കുടുംബവും പ്രശ്നമായിരുന്നു, ഞാനും ജയിലിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു ഇനി ജയിലിൽ പോവില്ല എന്ന്? ഇനിയും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോടതി കൂടുമ്പോൾ എനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, എന്നെ സഹായിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ജയിലിൽ പോകുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ലംബോദരൻ ആകെ ഞെട്ടാണ്. എടാ നീ എന്നെയും കൂടി കുരുക്കുകയാണോ? എന്നാൽ ഞാൻ പറയുന്നത് പോലെ നിന്നോ. എൻ്റെ അമ്മാവനെ ഒരിക്കലും കുരുക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അമ്മാവനെ ഒരിക്കലും ഞാൻ കുരുക്കുകയുമില്ല. ഇപ്പോഴെനിക്ക് ആവശ്യം എൻ്റെ അമ്മാവൻ എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എന്തിനാടാ ഇനിയും എന്നെ പാപം ചെയ്യിപ്പിക്കാനാണ്? ഉടൻ തന്നെ അവിടെ വിനയനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചീരു ഡിവേഴ്സ് ലെറ്റർ അയച്ചു എന്ന്. നീ പറഞ്ഞു അവളെ ഇവിടെ മുട്ടുകുത്തിപ്പിക്കുന്നു, അവളും കുഞ്ഞുങ്ങളും എന്നെ തേടി വരുന്നു. എന്താണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്? അതിന് തന്നെയാണ് എൻ്റെ അമ്മാവിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞത്. ആ ആവശ്യം അമ്മാവൻ നിറവേറ്റി തരണമെന്നുണ്ടെങ്കിൽ അമ്മ
അവൻ എൻ്റെ കൂടെ വേണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ.